സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും ഇതേതാ ഗെയിമും കാര്യങ്ങളൊക്കെ അല്ല ഇവന് ഇങ്ങനത്തെ ഗെയിമൊന്നും നല്ല കളിക്കലെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പം നമ്മളിന്ന് GTA 4 ഫോണിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗെയിം പ്ലേ, ഒരു കൊച്ചു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക, നമ്മൾ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ വരുന്നതായിരിക്കും. പിന്നെ കൂട്ടുകാർക്ക് അയക്കാൻ മറന്നവരാണെങ്കിൽ ഇപ്പം തന്നെ അയച്ചോളൂ. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുക മാക്സിമം. അപ്പം പവർ ആക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ് അപ്പോൾ നമ്മൾ GTA 4 നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് വല്ലുള്ള ഗെയിമാണ്. നമുക്ക് GTA 5 കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം PC തന്നെ ഇറങ്ങിയിട്ടുണ്ട്. PC കളിച്ച് തന്നെ മനസ്സിലാവും അത്യാവശ്യം ഗ്രാഫിക്സ് ഉണ്ട്. അതിൻ്റെ ഒരു കുറച്ച് ബാക്കിലുള്ള വേർഷൻ തന്നെയാണ് GTA 4. ഇപ്പം നമ്മളെ മൊബൈലിലാക്കി നമ്മളത് കളിക്കാൻ പോവുകയെന്ന്. ഇപ്പം നമുക്ക് പറഞ്ഞില്ല നമുക്കിപ്പം കണ്ടപാടെ നമുക്കൊരു വണ്ടി കാണാൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ വണ്ടി കാണാൻ കയറിയിട്ട് എല്ലായിടത്തും പോയി നോക്കാം എങ്ങനെയാണ് ഗെയിമൊക്കെ. പിന്നെ നമ്മൾ ഗെയിമിൽ ഇപ്പോൾ ഹൈ ഗ്രാഫിക്സും കാണാൻ കിട്ടിയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വണ്ടി എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ എക്സ്പീരിയൻസ് എത്രയാണെന്ന്. അത്രയും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ GTA 4 അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വളച്ചങ്ങ് പോവാം. ഇപ്പോൾ സമയം കാര്യങ്ങളൊന്നും കഴിയണ്ട, നമുക്ക് വേഗം തന്നെ പോയിട്ട് നോക്കിയിട്ട് വരാം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. ഈ സൈഡ് റൈറ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പം ബീച്ചും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അത്യാവശ്യം തന്നെ എന്തെല്ലോ കാര്യങ്ങളായിട്ട് ഈ ഗെയിം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ നമുക്ക് ചെറിയ റിയാലിറ്റി തോന്നിക്കുന്നുണ്ട് നമുക്ക് എല്ലാത്തിനും. ഗൈസ് നമ്മളിപ്പം ബീച്ചും കാണാനൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ അതിലൂടെ പോയത് നമ്മൾ ബീച്ചും കാണാനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പോയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളും കുറേ കാണാനുണ്ട്. നമ്മൾ ഫുള്ളായിട്ടൊന്നും എക്സ്പ്ലോറൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പം ഫുള്ളായിട്ട് തന്നെ ചെയ്യാൻ പോവുകയെന്ന്. നമുക്ക് നേരത്തെ തന്നെ പോയി നോക്കാം. ഈ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് വേഗം പറപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. നമുക്കും ആക്സിഡൻറ്റും കൊടുത്ത് നേരെ വിടാം. നമുക്കിപ്പം ബീച്ചിലെടുക്കുന്നത് നല്ലതല്ല. വണ്ടി ഇവിടെ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും ചൂടാണ് ഇവിടെ നിൽക്കുന്നത്, ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് വേഗം സ്റ്റെപ്പെല്ലാം കയറിയിട്ട് വേഗം തന്നെ പോയി നോക്കാം. ഇനി കുറച്ച് റോഡും കാര്യങ്ങളും കണ്ടിട്ട് റോഡിലൂടെ തന്നെ അങ്ങനെ പോവാം, അതായത് നല്ലത്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ആരും കാണുന്നില്ല, റോഡിലൊന്നും ആരും കാണുന്നില്ല. അതാണ് സംഭവം. എനിക്ക് മനസ്സിലാവില്ല എന്നാണ് ഇവിടെ ആരും ഇല്ലാത്തതെന്ന്. ഇവിടെ ഇപ്പോൾ ആരും കാണുന്നില്ല. നമുക്കിപ്പം നമ്മളിപ്പോൾ ഡ്രിഫ്റ്റ് കിട്ടുന്ന ഡ്രിഫ്റ്റായിരുന്നു. പുകയും കാര്യമൊക്കെ വന്നിട്ടുണ്ട്. ആ റേസായിട്ട് ടയറാണ് റേസ് ആയിട്ടുണ്ട്. ഇപ്പം അതൊന്നും ഇറങ്ങിയോടെ നമുക്കിപ്പോൾ ഇതിലൂടെ തന്നെ പോവാം. ഇതിലൂടെ പോയിട്ട് നമുക്ക് എവിടെ എത്തുമെന്ന് അറിയില്ല. നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. നമുക്ക് റൈറ്റ് തന്നെ പോവാം. ഇത് വണ്ടി കാണുമെന്ന് അറിയില്ല. ഇത് വണ്ടി കാണാൻ കഴിയില്ല. ഫസ്റ്റ് തന്നെ ഈ ഒരു വണ്ടി കാണാൻ നമുക്ക് കിട്ടിയത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടി കാണാൻ എടുത്തത് തന്നെ. ഇത് വണ്ടി കാണാൻ അറിയില്ല. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല, സ്പീഡും കാണാനൊക്കെ ഉണ്ട്. ഈ സൈഡ് പോകുന്നതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുമായിരുന്നു ലെവൽ നല്ല വൈ കണ്ടുകൊണ്ട് അതേപോലെ പോവുമായിരുന്നു. ഇത് എവിടെയാണ് എൻ്റെ ഇതൊന്നും അറിയില്ല. അതിനിപ്പം വലിയ കടലിലും എവിടെയും പോകുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം എവിടെയാണ് എത്തുമെന്ന്. നമുക്ക് നേരെ തന്നെ പോവാം. വണ്ടി നല്ല സ്പീഡ്. ദിവസം എൻഡാന്ന് തോന്നുന്നു. ഇത് വന്നിട്ട് എൻഡാന്ന് കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം കടലും കാണുന്നുണ്ട്. ഇപ്പോൾ സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കടലിൽ പോയേനെ. അവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വണ്ടിയും കാര്യങ്ങൾ വളച്ചിട്ട് നമുക്ക് നേരത്തെ തന്നെ പോവാം. അതിനിപ്പം കുറച്ച് വള്ളത്തിൻ്റെ ഒരു വൈബും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമുക്ക് നേരെ ഒന്ന് വളക്കാം. അതുപോലെ സ്പീഡ് എടുത്ത് ഡ്രിഫ്റ്റ് അടിക്കാം. ഡ്രിഫ്റ്റ് അടിക്കാൻ വിചാരിച്ചതാണ്, പക്ഷെ പാളിപ്പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ വിഷയാക്കൂല. നമ്മളിപ്പം നേരത്തെ തന്നെ റോഡിൽ തന്നെ പോയിട്ട് അങ്ങനെ പോവാം. നമ്മൾ വന്ന വഴി തന്നെ പോവാം. ഇപ്പം നേരെ വിടാം. നമുക്കിപ്പോൾ നേരെ വിട്ടിട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് തിരികെ കാണാം. ഇനി നമ്മളിപ്പോൾ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടത്, നമ്മളതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു വലിയ ടൈറ്റാനിക് പോലത്തെ ഒരു കപ്പലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയത് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വലിയ കപ്പലാണ് ചോദിച്ചത്. നമുക്ക് കാരണം നീളം കാര്യമൊക്കെ ഉണ്ട്. എത്ര നീളം ഉണ്ടെന്നൊന്നും അറിയില്ല, എന്നാൽ അത്യാവശ്യം നീളം കാര്യമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മൾ അതിലൂടെ നിന്നിട്ടില്ല. പിന്നെ ആരും ഇല്ല, കൈസ് പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരെ വണ്ടിയിൽ തന്നെ പോവാം. നമുക്ക് വണ്ടി നിൽക്കുന്ന സേഫ്റ്റി. അതുകൊണ്ട് ഒരു വണ്ടിയിൽ തന്നെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം നേരെ വേണ്ട പരിപാടിയാണ്. എടുത്തേക്കാനുള്ള ലെവലൊന്നും ഇല്ല. എന്നാലും നമുക്ക് ഇവിടുന്ന് അങ്ങനെ പോയി നോക്കാം, എന്നാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ തന്നെ വിടാം വേഗം. കുറേ പീടികങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ടാവണം, പക്ഷെ ഇവിടെ പുറത്ത് ആരും കാണുന്നില്ല. ഉള്ളിലുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് നേരെ തന്നെ വിടാം. നല്ലോണം பார்ക്കുന്നത് വണ്ടിക്ക് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സൈഡോട്ടാൻ കൊടുത്തിട്ട് റൈറ്റ് സൈഡോട്ടാൻ കൊടുത്തെന്ന് തോന്നുന്നു നമ്പർ പ്ലേറ്റിനാണോ അറിയില്ല, അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. നടുക്കോടെ തന്നെയാണെന്ന് തോന്നുന്നു. കാണുന്നില്ല, കുഴപ്പമില്ല. നമുക്കിപ്പോൾ കാർ സർവീസ് കാണുന്നുണ്ട്. എക്സ്പ്രസ് കാർ സർവീസ് എന്നാണ് അതിൻ്റെ പേര്. ഇതിനുള്ളിൽ കയറ്റി വെക്കാം. കയറിയിട്ടുണ്ട്. ഇനി പിന്നുള്ളിൽ എന്നാണെന്ന് അറിയില്ല.
എന്തോ ചേരുന്നതിനും പോകുന്നുണ്ട് വണ്ടി, എന്നാണെന്ന് അറിയില്ല, ഒന്നും സംഭവം അറിയില്ല. ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞോന്നറിയില്ല, ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ആടെ തന്നെ അതിൻ്റെ കൂടെ കയറ്റി തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. സീനും കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ നിന്നൊരു സൈഡിൽ റോഡെല്ലാം കാണുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ ഈ നമ്മളിപ്പം ഈ ട്രെയിനിൻ്റെ ഇതെല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. പക്ഷെ കൊണ്ട് വണ്ടി അടിച്ചിട്ടുണ്ട് ഗൈസ്, വണ്ടി അടിച്ചിട്ടുണ്ട്. വണ്ടി കാരണം പൊട്ടുകയെന്നറിയില്ല. നമ്മൾ ബാഗ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ബാഗ് എടുത്തിട്ടുണ്ട് ഗൈസ്. ബാഗ് എടുക്കുമ്പോൾ കിണ്ണം കാച്ചി വൈബാണ് ഗൈസ്. ബാഗ് എടുക്കുമ്പം നല്ല വൈബ്രേഷനൊക്കെ ഉണ്ട്, അത്യാവശ്യം തന്നെ നല്ല ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്. അത്യാവശ്യം നമ്മൾ സ്പീഡ് കാണാൻ കൂട്ടാൻ നോക്കിയിട്ടുണ്ട്, സ്പീഡ് കൂട്ടുകയാണ് നമ്മൾ പരിപാടി. നമ്മൾ നേരെ എത്തിയിട്ടുണ്ട്. നേരെ എത്തുമ്പോൾ നമുക്കിപ്പം അങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഇപ്പം നമ്മൾ എവിടെ പോകണമെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ വളച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കിനിപ്പം എല്ലാം ഇറങ്ങേണ്ട പരിപാടിയാണ്. നമുക്ക് ഇവിടെ ഇറങ്ങാം, ഇവിടെ ഇറങ്ങാം, നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇനി നമുക്ക് കുറച്ച് നടന്നിട്ടെല്ലാം വരാം. നമ്മളിപ്പം വെറും വണ്ടി കളിച്ചുകൊണ്ട് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നമുക്ക് ബാക്ക് നമ്മൾ നോക്കി തന്നെ മനസ്സിലാവും, എന്തോ ഒരു പോസ്റ്ററും കാണാൻ ഒട്ടിച്ചിട്ടുണ്ട് ബിൽഡിങ്ങിൽ. പിന്നെ റോഡിൽ നടുക്ക് സീബ്ര ലൈൻ എന്ന കാര്യങ്ങൾക്ക് ഈ ഗെയിം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തന്നെ ഒറിജിനാലിറ്റി നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ മൊബൈലിൽ കളിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കളിക്കാൻ തന്നെ പറ്റുന്നതാണ് GTA 4 നമ്മളെ മൊബൈലിൽ. അപ്പോൾ നമുക്ക് നേരെ എവിടെയെങ്കിലും പോയി നോക്കാം. നമുക്ക് നല്ല ഗൈസ് ലുക്കനാണ് ഇവൻ്റെ ചിരി കണ്ടാൽ തന്നെ മനസ്സിലാവും ലുക്കനാണെന്ന്. നമുക്കിപ്പം താഴെ വെള്ളമാണ്, നമ്മളധികം അങ്ങോട്ട് പോകുന്നില്ല ഗൈസ്. താഴോട്ട് വെള്ളമായതുകൊണ്ട് പോകുന്നില്ല. നമ്മളിപ്പോൾ എന്നാ പരിപാടിയൊന്നും തീരുന്നില്ല ഗൈസ്. നടന്നിട്ടൊന്നും എല്ലാ സ്ഥലവും കാണാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ നമുക്കിപ്പം വണ്ടി തന്നെ പോകേണ്ടി വരും ഗൈസ്. വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇപ്പം. നമുക്ക് ഒറ്റൊരു വണ്ടിയേ ഉള്ളൂ ഇപ്പം. നമുക്ക് ആ വണ്ടീൻ്റെ അടുത്ത് നേരെ എവിടെയെങ്കിലും പോകേണ്ട പരിപാടിയാണ്. പിന്നെയും നമുക്ക് നേരത്തെ നടക്കാം. നാട്ടിൽ തന്നെ നമ്മളെ തടിയും കാണാൻ കുറച്ച് നല്ല തടിയും കാണാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് തടിയും കാണാൻ കുറക്കണം. നമുക്ക് നല്ല വണ്ടിയും കാണാൻ എടുത്തിട്ട് നമുക്ക് പിന്നെ അങ്ങ് പോവാം. പറപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടൈമും കാണുന്നതും കഴിയണ്ട, നമുക്ക് വേഗം തന്നെ പറപ്പിക്കാം. ഇങ്ങനെ വളച്ച് പോകുന്നുണ്ട്. ലക്ഷ്യബോധമൊന്നുമില്ല, എന്നാലും നമുക്ക് എവിടെയെങ്കിലും പോവാം. കുറച്ച് ഡ്രിഫ്റ്റ് എടുത്തിട്ട് പോവാം. നേരെ പറപ്പിക്കേണ്ട പരിപാടിയാണ്. ജസ്റ്റ് അപ്പോൾ വണ്ടിയും കാണാനൊക്കെ ഓടിച്ച് നമ്മൾ മടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ട് അങ്ങനെ നമ്മൾ സൺസെറ്റ് നോക്കുകയാണ്. മേഘനം കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു ഇതേപോലത്തെ കണ്ടൻസിനായി നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.